നമ്മളോടൊപ്പം ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, യു എസ് വിപണിയിലേക്ക് പോകുമ്പോൾ ഇന്നലെ അസെഞ്ചറിന്റെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും അതിന് മുന്നത്തെ, അതായത് കഴിഞ്ഞ ദിവസത്തേക്ക് ഒരു ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ഹൈ ലെവലിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ട് ഡൗ ജോൺസ് സൂചികയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗിൽ നിന്നും വീണ്ടും ഒരു നേരിയ തോതിലൊരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഡൗ ജോൺസിനെ സംബന്ധിച്ചിട്ട് വീണ്ടും ഒരു ഓൾ ടൈം ഹൈക്ക് വളരെ അടുത്ത് വരെ എത്താനായിട്ട് സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ക്ലോസ് ചെയ്തിരിക്കുന്നതും 0.5% നേട്ടത്തിലാണ്. നാസ്ഡാക്ക് കോമ്പോസിറ്റിലേക്ക് എത്തുമ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് രേഖപ്പെടുത്തിയതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അമേരിക്കൻ സൂചികകളെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഏതൊക്കെ ലെവലുകളാണ് ഇനി പ്രധാനമായിട്ടും താങ്കളുടെ ഫോക്കസിലുള്ളത്? ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്കിന്റെ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷൻസിന്റെ പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡൗ ജോൺസ് ഇൻഡെക്സ് 42,000 പോയിന്റിന്റെ അടുത്ത ഒരു കൺസോൾട്ടേഷൻ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇപ്പോൾ സപ്പോർട്ടായിട്ട് നമ്മൾ മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 41,850 പോയിന്റും റെസിസ്റ്റൻസ് ആയിട്ട് 42,400 പോയിന്റും ആയിരിക്കണം. സോ 42,400ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും ഷോർട്ട് ടേമിൽ നമുക്കൊരു അപ്വേർഡ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയെങ്കിലും ആ ഒരു നേട്ടം നാസ്ഡാക്ക് ഇൻഡെക്സിന് നിലനിർത്താൻ സാധിച്ചില്ല. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി 20,000 പോയിന്റിന് മുകളിലായിരുന്നു നാസ്ഡാക്ക് ഇൻഡെക്സ് ക്ലോസ് ചെയ്തത്. സോ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ വീണ്ടും ഒരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണണമെങ്കിൽ 20,300ന്റെ റെസിസ്റ്റൻസ് നാസ്ഡാക്ക് ഇൻഡെക്സ് ബ്രേക്ക് ചെയ്യണം. കമോഡിറ്റി മാർക്കറ്റിലേക്ക് എത്തുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിന്നൊരു ആ ഒരു നേട്ടമെല്ലാം കൈവിട്ടുകൊണ്ട് പോകുന്ന ക്രൂഡ് വിപണിയാണ് കണ്ടിരിക്കുന്നത്. നിലവിൽ WTI ക്രൂഡിന്റെ ഫ്യൂച്ചേഴ്സിലേക്ക് എത്തുമ്പോഴേക്കും $69 എന്നൊരു നിലയും കൈവിട്ടുകൊണ്ട് $67.42 എന്നൊരു നിലയിലാണ് ഇപ്പോൾ WTI ക്രൂഡിന്റെ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം തന്നെ ബ്രെൻഡിന്റെ ഫ്യൂച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിലും $70.81 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 0.3% ഇടിവിലാണ് ഈ രണ്ട് ഫ്യൂച്ചേഴ്സിലും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ക്രൂഡിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? വീണ്ടും ഒരു സെൽ ഓഫിലേക്ക് തന്നെയാണോ ക്രൂഡിന്റെ യാത്ര? അല്ല, ഇതേ ഫോറത്തിൽ നമ്മൾ ഒത്തിരി ആഴ്ചകളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇസ് ദാറ്റ് ദി ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ക്രൂഡിന്റെ കേസിൽ ബെയറിഷ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ആൻഡ് ഈവൻ കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ കണ്ട ആ ഒരു റിക്കവറിയിൽ ഞാൻ വിലയിരുത്തിയത് ഇറ്റ് വാസ് ഓൺലി ഷോർട്ട് കവറിങ് ആൻഡ് ആ ഒരു അനാലിസിസിൽ ഒരു മാറ്റവും ഇല്ല. സോ കഴിഞ്ഞ 2 സെഷൻസിൽ വീണ്ടും നമ്മൾ സെൽ ഓഫ് കാണുന്നത് ഇറ്റ് ഈസ് ഓൺലി ദി കണ്ടിന്യൂഷൻ, അല്ലെങ്കിൽ ആ ഒരു ബെയറിഷ് ട്രെൻഡിന്റെ തുടർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. WTI ക്രൂഡിന്റെ കേസിൽ ഇനി നമ്മൾ മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ $65 ആയിരിക്കണം. ആ $65 ലെവലിൽ നല്ലൊരു സപ്പോർട്ട് ബേസ് ഉണ്ട്. ലെറ്റ് us വെയിറ്റ് ആൻഡ് സീ ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന്. അറ്റ് ദിസ് പോയിന്റ് നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് ക്രൂഡിന്റെ കേസിൽ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. സ്വർണത്തിലേക്ക് എത്തുമ്പോഴേക്കും ഇന്ന് 2,695.6 എന്നൊരു നില വരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ ഏകദേശം സ്വർണത്തിന്റെ ഫ്യൂച്ചേഴ്സിൽ 2,692 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വീണ്ടും ഒരു ഓൾ ടൈം 2,700 എന്നൊരു $2,700 മറികടക്കാൻ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ ഗോൾഡിനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഗോൾഡിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ സ്വർണത്തിന്റെ കേസിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു റാലി തന്നെയാണ് നമുക്ക് സ്വർണത്തിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് സ്വർണത്തിന്റെ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി എക്സ്ട്രീംലി ബുള്ളിഷ്. ഒരു വീക്ക്നെസ് അറ്റ് ദിസ് പോയിന്റ് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു ലോങ് പൊസിഷൻ എടുത്തിരുന്നെങ്കിൽ $2,670 ആയിരിക്കണം നമ്മുടെ സപ്പോർട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ ഹൈ ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോഴേക്കും ഇന്നലെ സെപ്റ്റംബർ സീരീസിന്റെ ഒരു എക്സ്പയറി കൂടിയായിരുന്നു നിഫ്റ്റി 50-ൽ. പ്രത്യേകിച്ചും ഒരു ബ്ലോക്ക് ബസ്റ്റർ റാലിയാണ് എക്സ്പയറി ഡേയിൽ, മന്ത്ലി എക്സ്പയറി ഡേയിൽ നിഫ്റ്റി കാഴ്ചവെച്ച് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 26,250.9 എന്ന നിലവാരം ഉയർന്ന നിഫ്റ്റി 50 ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു ഓൾ ടൈം ഹൈ നിലവാരമായിട്ടുള്ള 26,216.05 എന്ന നിലയിലാണ്. 0.81% ഒരു നേട്ടം നിലനിർത്തിയിട്ടുമുണ്ട് സൂചിക. നിഫ്റ്റി 50യെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? പൊതുവെ ഒരു ഓവർബോട്ട് സോണിലേക്ക് നിഫ്റ്റി എത്തിയിരിക്കുന്നു എന്നാണ് അനലിസ്റ്റുമാരുടെ ഒക്കെ ഒരു വിലയിരുത്തൽ. ഈ ഒരു സാഹചര്യത്തിൽ ഇനി പ്രധാനമായിട്ടും താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്?
അല്ല, നിഫ്റ്റി 50യുടെ കേസിൽ അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല നിഫ്റ്റി 50യുടെ റാലി അത്ര പെട്ടെന്ന് അവസാനിക്കുമെന്ന്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. രണ്ട് മേജർ റെസിസ്റ്റൻസസ് നമ്മൾ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആദ്യത്തെ 26,400 അതിനെ തുടർന്ന് 26,600 പോയിന്റും ആയിരിക്കും. അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിന്റെ ഒരു മുന്നേറ്റവും ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ എടുത്തു പറയേണ്ടതായിരുന്നു. 54,400 എന്നൊരു ലെവൽ മറികടക്കാനായിട്ട് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് ഡേയിൽ നിഫ്റ്റി ബാങ്കിനും സാധിച്ചിട്ടുണ്ടായിരുന്നു. 0.5% നേട്ടത്തിൽ 54,375.35 എന്ന നിലയിലാണ് നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും സൂചികയിൽ SBI അടക്കമുള്ള ഓഹരികളിൽ ഒരു മൂവ്മെന്റ് രേഖപ്പെടുത്തിയതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്കിൽ താങ്കളുടെ ഫോക്കസിലുള്ള ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്കിന്റെ കേസിലും ഞാൻ നേരത്തെ നിഫ്റ്റി 50 പറഞ്ഞതുപോലെ തന്നെ ഒരു വീക്ക്നെസ്സും അറ്റ് ദിസ് പോയിന്റ് കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് 54,600. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് ഓൾമോസ്റ്റ് 800 പോയിന്റ് അകലെയാ, അതായത് 55,400 പോയിന്റിൽ കാണാൻ സാധിക്കും. അതോടൊപ്പം നിഫ്റ്റി ബാങ്കിൽ തന്നെ ബന്ധൻ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ബന്ധൻ ബാങ്കിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ബന്ധൻ ബാങ്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ ഒത്തിരി മാസങ്ങളായിട്ട് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു. ബട്ട് നമുക്ക് ഇതിന്റെ കേസിൽ ഒരു ടേൺ റൗണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബന്ധൻ ബാങ്കിൽ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 208 രൂപയായിരിക്കണം. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 215. 215ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരുന്ന മറ്റൊരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ACCയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. ACCയെ സംബന്ധിച്ചിട്ട് ഇന്നലെ 0.5% ഒരു നേട്ടം രേഖപ്പെടുത്താനായിട്ട് ACCക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ജൂലൈ 2 ശേഷം ഒരു കറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരുന്നില്ല, കറക്ഷനിലൂടെ കടന്നുപോയ ഒരു ഓഹരിയായിരുന്നു ACC എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രത്യേകിച്ചും സെപ്റ്റംബറിലെ ആദ്യ വാരത്തോടു കൂടി വീണ്ടും ഒരു ബൈങ് ഇൻഡസ്ട്രി ഒരു ഓഹരിയിൽ കടന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ACCയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ACCയുടെ കേസിൽ നിലവിലുള്ള ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. വലിയൊരു കറക്ഷന് ശേഷം നമുക്ക് നല്ലൊരു കൺസോൾട്ടേഷൻ, നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. നമ്മളൊരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കണം. ലോങ് പൊസിഷൻ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ 2,400 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ ഒരു ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 2,520ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 200 രൂപയുടെ നേട്ടം ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. അടുത്തതായിട്ട് അദാനി എനർജി സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഏകദേശം ഒരു 0.5% ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അദാനി എനർജി സൊല്യൂഷൻസിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? അദാനി എനർജിയുടെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും നമുക്ക് ഓഗസ്റ്റ് 1 ആയിരുന്നു ഒരു സിഗ്നിഫിക്കന്റ് ഒരു ഹൈ നമുക്ക് നൽകിയ 1,348 രൂപയിലായിരുന്നു. അതിനുശേഷം തുടർച്ചയായിട്ട് ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു സെൽ ഓഫ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് ഈ മാസം 19 ആയിരുന്നു ഒരു നല്ല മേജർ ബോട്ടം, നല്ലൊരു സപ്പോർട്ട് ബേസ് 965 രൂപയിൽ ഫോം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഗ്രാജുവൽ ആയിട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ACC, ബന്ധൻ ബാങ്ക് ഇത്തരം സ്റ്റോക്സിനെ അപേക്ഷിച്ച് ഈ ഒരു സ്റ്റോക്കിൽ കുറച്ച് അധികം റിസ്ക് ഉണ്ട്. ബട്ട് നമ്മൾ ആ ഒരു റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് 1,085 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1,185 രൂപയിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 1,360 ആയിരിക്കും. അതിനോടൊപ്പം തന്നെ GRSAയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ ഇന്നലെ 0.5% ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. GRSAയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താ? GRSA നിലവിലുള്ള ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നത് GRSAയില് അതിന്റെ സെല്ലിംഗ് കറക്ഷന്റെ അവസാനത്തെ ഫേസിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്.
നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 1668 രൂപയുടെ സ്റ്റോക്ക് സപ്പോർട്ട് ലെവൽ ആയിരിക്കണം. ആൻഡ് നമ്മൾ ആ ഒരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ ഇന്ന് സ്റ്റോക്ക് 1742 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് 1890 ആയിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. പിന്നീട് ഈ സ്റ്റോക്കിൽ വലിയൊരു ബുള്ളിഷ് റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. യെസ്, ഒപ്പം തന്നെ BHEL-മായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ഇന്നലെ 0.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. BHEL-ലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BHEL-ന്റെ കേസിലും ഞാൻ ഒരു ചേഞ്ച് ഇൻ ട്രെൻഡ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ആഴ്ചകളായിട്ട് പല ഡിഫൻസ് സ്റ്റോക്സിൽ നമുക്കൊരു നല്ല ഹെൽത്തി കറക്ഷൻ ആയിരുന്നു കാണാൻ സാധിച്ചത്. GRSE-യിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ BHEL-ന്റെ കേസിലും ഞാൻ ഒരു ട്രെൻഡ് റിവേഴ്സൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ BHEL-ന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 287 രൂപ. 287 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത റെസിസ്റ്റൻസ് 295, 305, 315. യെസ്, ഏതായാലും പ്രേക്ഷകരുടെ ക്വയറീസ് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. അതിൽ ആദ്യമായിട്ട് ജുബീലിയൻ ഫാർമയുമായി ബന്ധപ്പെട്ട ഒരു ക്വറിയാണ് ചോദിച്ചിരിക്കുന്നത്. സന്തോഷ് എന്ന പ്രേക്ഷകരാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 2% ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജുബീലിയൻ ഫാർമയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ജുബിലൻ ഫാർമ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 4-5 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 45% നേട്ടമായി ഈ സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. നാച്ചുറലി ഈ ഒരു സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി സമയം അതിക്രമിക്കുന്നു. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1160 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 1260 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. അടുത്തതായി പ്രാജ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. കോശി ചെറിയാൻ എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 0.5% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രാജ് ഇൻഡസ്ട്രീസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? പ്രാജ് ഇൻഡസ്ട്രി ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നു. ഈ സ്റ്റോക്കിന് 2 മേജർ റെസിസ്റ്റൻസസ് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്നത്. ആദ്യത്തെ 780, അതിനെ തുടർന്ന് 805. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ടൊരു മുന്നേറ്റം കാണാൻ സാധിക്കും. മറ്റൊരു പ്രേക്ഷകൻ E2E നെറ്റ്വർക്ക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സിയാസ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഓഹരി 0.5% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. E2E നെറ്റ്വർക്ക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? E2E നെറ്റ്വർക്ക് ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് കാണുന്നത്. ഇതിൽ കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണുന്നില്ല. ഈ ഒരു സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ പഠിക്കുമ്പോഴേക്ക് എനിക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഒത്തിരി മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. ഇന്നലെ ഈ സ്റ്റോക്ക് ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ നമുക്ക് നൽകിയതിന് ശേഷമായിരുന്നു ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായത്. ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വൈൻഡ് ഇറ്റ് അപ്പ്. ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ വാസ്കോൺ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 0.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വാസ്കോൺ എഞ്ചിനീയേഴ്സിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ വാസ്കോൺ എഞ്ചിനീയേഴ്സിന്റെ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. 75 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കാണാൻ സാധിക്കും. ഷൈൻ എന്ന പ്രേക്ഷകൻ NMDCയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 3% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. NMDCയിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? NMDCയുടെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ എന്നുള്ള സാധ്യത വളരെ ഹൈ ആയിട്ട് കാണുന്നത്. സ്റ്റോക്കിന് ഒരു മേജർ റെസിസ്റ്റൻസ് 240 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 240 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. ആൻഡ് അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് 2 റെസിസ്റ്റൻസ് 250, 260. യെസ്,
മറ്റൊരു പ്രേക്ഷകൻ PVR ഐനോക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 1% നേട്ടം രേഖപ്പെടുത്താനായിട്ട് PVR ഐനോക്സ് ഓഹരികൾക്ക് സാധിച്ചിരുന്നു. PVR ഐനോക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? PVR ഐനോക്സ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് ഈ സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് ഇതിൽ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇതിന്റെ അടുത്ത രണ്ട് മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 1770, അതിനെ തുടർന്ന് 1810 രൂപയിലും ആയി. മറ്റൊരു പ്രേക്ഷകൻ ആക്സിറ്റ കോട്ടൺസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. രതീഷ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 0.8% ഒരു ഇടിവിലായിരുന്നു ഈ ഒരു സ്മോൾ ക്യാപ്പ് ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്സിറ്റ കോട്ടണിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ആക്സിറ്റ കോട്ടൺ അനില പറഞ്ഞതുപോലെ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് കാണുന്നത്. ഇതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ല. ഈ ഒരു സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അഡ്വൈസബിൾ ആയിട്ട് തോന്നുന്നില്ല. ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ട് ഒരു മൂവ്മെന്റ്, ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണുമെങ്കിൽ ഈ സ്റ്റോക്ക് 20 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ഒപ്പം തന്നെ ഫോഴ്സ് മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 1% ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 6959 രൂപ എന്ന നിലയിൽ. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അനില ഇന്ന് നേരത്തെ ഓട്ടോ ഇൻഡെക്സിലുള്ള ഒരു റിക്കവറിയെ കുറിച്ച് സംസാരിച്ചിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഫോഴ്സ് മോട്ടോഴ്സിന്റെ കേസിൽ നമുക്ക് ആ ഓട്ടോ മേഖലയിൽ കണ്ട ഒരു റിക്കവറി അല്ലെങ്കിൽ ഒരു റാലിയിൽ പങ്കെടുക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചില്ല. നിലവിൽ ഫോഴ്സ് മോട്ടോഴ്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 5800 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 6800 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയൊരു ലോങ് പൊസിഷൻ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 7600 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സൊമാറ്റോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ കൂടി ചോദിച്ചിട്ടുണ്ട്. പ്രജീഷ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. സൊമാറ്റോ സംബന്ധിച്ചിട്ട് ഇന്നലെ 0.5% ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൊമാറ്റോയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സൊമാറ്റോയിൽ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. 4 സെഷൻസിന് മുൻപായിരുന്നു നമുക്ക് ഈ സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈ നൽകിയത്. അതിനുശേഷം കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ വി ആർ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 267 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ തിരിച്ചൊരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് ആദ്യത്തെ 290, 300, 310. മറ്റൊരു പ്രേക്ഷകൻ ആദിത്യ ബിർള ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 1% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാൻ ഓഹരിക്ക് സാധിച്ചിരുന്നു. ABC ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ആദിത്യ ബിർള ക്യാപിറ്റൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. ജൂണിൽ നമുക്ക് നൽകിയ 52 വീക്കായി 247 രൂപയായിരിക്കണം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ. എനിക്ക് തോന്നുന്നത് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. അതിനൊപ്പം തന്നെ SJVNുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ കൂടി ചോദിച്ചിട്ടുണ്ട്. SJVNിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ഇന്നലത്തെ കണ്ടീഷനിൽ ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത് നേരിയ ഒരു നേട്ടത്തിലായിരുന്നു എന്ന് തന്നെ, ക്ഷമിക്കണം, ഇടിവിലായിരുന്നു എന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 0.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. SJVNിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ SJVN ജൂലൈ 26 നമുക്കൊരു ഓൾ ടൈം ഹൈ 159 രൂപയിൽ നൽകിയതിനു ശേഷം ഒരു സെല്ലിംഗ് പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷായി മാറിയിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ കൈവശം ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 123 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണുമെങ്കിൽ 130 രൂപയുടെ മുകളിൽ ഇത് ക്ലോസ് ചെയ്യണം. ഒരു പ്രേക്ഷകൻ തത്വചിന്തൻ ഫാർമ കെം ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സ്മോൾ ക്യാപ് ഓഹരി കൂടിയാണ് തത്വചിന്തൻ ഫാർമ കെം ലിമിറ്റഡ്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? തത്വചിന്തൻ ഫാർമ കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട്
സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് തത്വചിന്തൻ. ഓഗസ്റ്റ് 21 ഇതിന്റെ ലിസ്റ്റിംഗ്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഒരു റിക്കവറി, ഒരു റാലിയും കാണാൻ സാധിച്ചിട്ടില്ല. ഇൻഫാക്ട് ഏകദേശം ഒരു 2 ആഴ്ച മുൻപായിരുന്നു ഈ സ്റ്റോക്കിൽ നമുക്ക് ഇതിന്റെ ഒരു ഓൾ ടൈം ലോ ലെവല് കാണാൻ സാധിച്ചത്. എങ്കിൽ പോലും അതിനുശേഷം ഈ സ്റ്റോക്കിൽ നേരിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ദർസ് എ പൊട്ടൻഷ്യൽ ഫോർ ട്രെൻഡ് റിവേഴ്സൽ. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 1160 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒന്നിലധികം പ്രേക്ഷകർ SBIയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. SBI സംബന്ധിച്ചിട്ട് ഇന്നലെ 1% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു SBI ക്ലോസ് ചെയ്തിരിക്കുന്നത് 802 രൂപ എന്നൊരു നിലയിൽ. SBIയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമ്മൾ ഇത്രയും നേട്ടം കണ്ടിട്ട് പോലും അതിന്റെ ഒരു റിക്കവറി, ആ ഒരു അപ്വേർഡ് മൂവ്മെന്റിൽ പങ്ക് ചേർന്നിട്ടില്ല. ബട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് 760 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നത് നമുക്ക് താമസിക്കാതെ SBIയുടെ കേസിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുമെന്ന്. നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസുകൾ 718 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 80 മുതൽ 100 രൂപയുടെ നേട്ടം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രതീക്ഷിക്കാം. ജിബിൻ തരകൻ എന്ന പ്രേക്ഷകൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. HALലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഈ ഒരു സ്റ്റോക്കിലും നമ്മൾ നേരത്തെ ഗാർഡൻ റീച്ച് ആൻഡ് BHELനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഈ 2 സ്റ്റോക്സിൽ കണ്ടതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസിലും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിലെ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 4500 രൂപ. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 4750, അതിനുശേഷം 5000 രൂപയിലെ റെസിസ്റ്റൻസ് കാണുന്നത്. ബാലഗോപാലൻ എന്ന പ്രേക്ഷകൻ IDFC ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2% നേട്ടം രേഖപ്പെടുത്താനായിട്ട് IDFC ഫസ്റ്റ് ബാങ്കിന് സാധിച്ചിരുന്നു. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? IDFC ഫസ്റ്റ് ബാങ്ക് നിലവിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ 2 ഇമ്പോർട്ടന്റ് ആയിട്ട് റെസിസ്റ്റൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്നത്. ആദ്യത്തെ 75 രൂപ, അതിനെ തുടർന്ന് 76. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 79 രൂപ. ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ വലിയൊരു റാലി ആൻഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കേണ്ടത്, കഴിഞ്ഞ ആഴ്ച കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ IDFCയും IDFC ഫസ്റ്റ് ബാങ്കും തമ്മിലുള്ള ലയനത്തിന് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞു. സോ താമസിക്കാതെ ഈ ഒരു മേജറും കൂടെ നടക്കും എന്നുള്ള ഒരു കാര്യം ഓർക്കണം. സർ, താങ്ക് യു സോ മച്ച് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്.